ഹലോ ഹായ്. അപ്പോൾ നമുക്ക് ഡിപ്രീസിയേഷൻ എന്തിനാണ് ചാർജ് ചെയ്യുന്നതെന്നുള്ളതിൻ്റെ ഒരു 4 പോയിന്റ് നോക്കാം. നോർമലി 3-4 മാർക്കിന് എന്നുള്ള രീതിയിലായിരിക്കും ഈ ഒരു ക്വസ്റ്റ്യൻ വരുന്നുണ്ടെങ്കിലും ചോദിക്കുന്നത്. അപ്പോൾ നമുക്ക് 4 പോയിന്റ് നോക്കാം. ഫസ്റ്റ് തന്നെ ടു അസർട്ടൻ ദ ട്രൂ റിസൾട്ട് ഓഫ് ദി ബിസിനസ്സിന് എക്സാക്ട്ലി എത്ര റിസൾട്ട് ഉണ്ട്, കറക്റ്റ് പ്രോഫിറ്റ് അറിയണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്തേ പറ്റത്തുള്ളൂ. ആൻഡ് സെക്കൻഡ് പോയിന്റ് എന്ന് പറഞ്ഞാൽ ടു പ്രസൻറ്റ് ദി ട്രൂ ബാലൻസ് ഷീറ്റ്. ബാലൻസ് ഷീറ്റിൽ കറക്റ്റായിട്ട് ആസറ്റിൽ നിന്ന് ഡിപ്രീസിയേഷൻ കുറച്ചിട്ട് അതിൻ്റെ ട്രൂ വാല്യൂ കാണിച്ചാൽ മാത്രമേ എക്സാക്ട്ലി കറക്റ്റ് ഒരു ബാലൻസ് ഷീറ്റ് നമുക്ക് പ്രസൻറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. മൂന്നാമത് ടു റീറ്റെയിൻ ഫണ്ട്സ് ഫോർ റീപ്ലേസ്മെൻറ്റിന് വേണ്ടി നമുക്ക് ഫണ്ട്സും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ആ പഴയ നമ്മുടെ കയ്യിലിരിക്കുന്ന അസറ്റിന് എത്ര വാല്യൂ ആണെന്നുള്ളത് നമുക്കറിയണം. ആൻഡ് ലാസ്റ്റ് പോയിന്റ് ടു അവോയ്ഡ് എക്സസ് പേയ്മെൻറ്റ് ഓഫ് ഇൻകം ടാക്സ്. നമുക്ക് നോർമലി അറിയാം പ്രോഫിറ്റിനെ കുറയ്ക്കുന്ന ഐറ്റമാണ് ഡിപ്രീസിയേഷൻ. അതുകൊണ്ട് തന്നെ പ്രോഫിറ്റ് കുറയുമ്പോൾ അതിന് കുറച്ചുള്ള എമൗണ്ട് നമുക്ക് ടാക്സ് ആയിട്ട് അടച്ചാൽ മതി.